നമസ്കാരം. സ്കൂളിലെ പഠനോത്സവത്തിനോടനുബന്ധിച്ച് കുട്ടികൾ പഠിച്ച വിഷയങ്ങളെ ബന്ധപ്പെടുത്തി നമ്മൾ അവതരണങ്ങൾ നടത്താറുണ്ട്. അപ്പൊ അതിനുവേണ്ടി തയ്യാറാക്കിയ ഒരു ചെറിയ പാട്ടാണ് കേട്ടോ. കൈകുട്ടികൾ ഈ പാട്ടിന്റെ രീതിയിലാണ്. എത്രത്തോളം ശരിയായിട്ടുണ്ടെന്ന് അറിയില്ല. 9ാം ക്ലാസ്സില് അവര് വൃത്തത്തിന്റെ അളവുകളും ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചെറിയ പാട്ടാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയൂ കേട്ടോ. വട്ടത്തിൽ കൈകോത്തു നിന്നിടുന്നു ഞങ്ങൾ വൃത്തത്തിൻ രൂപത്തെ കാട്ടുവാനായി. കണ്ടതും കേട്ടതും ഉപയോഗിച്ചിടുന്ന പലതും ഈ വൃത്തത്തിൻ ഭാഗമല്ലോ. ചന്ദ്രനും ഭൂമിയും താരാഗണങ്ങളും സൂര്യനെ ചുറ്റുന്നു വൃത്തത്തിലായി. കാലത്തെ നീട്ടിട്ടു പ്രാതൽ കഴിക്കുന്ന ദോശയുമപ്പവും വട്ടമല്ലോ. വൃത്തം വരയ്ക്കാൻ എന്തെല്ലാം അറിവുകൾ വേണം. ആരം വേണം, അല്ലെങ്കിൽ വ്യാസമായാലും ചേലുള്ളൊരു വൃത്തം വരയ്ക്കാം. കയ്യിലൊരു കോമ്പസ് ഉണ്ടെങ്കിൽ അതിലൊരു പെൻസിൽ ഇറക്കിട്ടു കേന്ദ്രത്തിൽ കുത്തിട്ടു ചുറ്റി വരച്ചാലോ വൃത്തമാകും. വൃത്തത്തിനാരം ആതെങ്കിൽ സംവരുന്നതു 2 ആണ്. വൃത്തത്തെ ചുറ്റിയാളന്നു വരുന്നത് 2πr എന്നൊരു ചുറ്റളവ്. പ്രാതൽ കഴിച്ചൊരാ ദോശയതുണ്ടാക്കും കല്ലിൻ വലിപ്പമറിഞ്ഞിടുവാൻ. πr² എന്ന പരപ്പളവു കാണും. സമവാക്യം കൊണ്ടങ്ങു സാധിച്ചിടും.